വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഓഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ DMEയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നായിരുന്നു. എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത്. PSC റിപ്പോർട്ട് ചെയ്തിരുന്ന 13 വാക്കൻസികൾക്കും ഒരുമിച്ച് തന്നെയാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ടാവണം, ഇതുപോലൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങൾക്കും കൈപ്പറ്റണം, നിങ്ങൾക്കും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഓവർ ടെൻഷൻ അടിക്കാതെ നല്ല കോൺഫിഡൻസോട് കൂടെ എന്ത് ചെയ്യുക, ഇതിനായിട്ട് ഇതെനിക്കുള്ളൊരു സീറ്റാണ്, ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്കും വേണം എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിൽ അത് ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇനി 1 മാസവും 10 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കയ്യിൽ. അപ്പോൾ എല്ലാവരും ഉഴപ്പൊന്നും ചെയ്യാണ്ട് മാക്സിമം നമ്മുടെ കയ്യിലുള്ള ടൈം മാക്സിമം എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ടോട്ടൽ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതിൽ നമ്മൾ ട്രയൽ സെറ്റ്, റെറ്റിനോസ്കോപ്പ് ഒക്കെ നമ്മൾ മുമ്പ് റെറ്റിനോസ്കോപ്പിയുടെ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാക്സൺസ് ക്രോസ് സിലിണ്ടർ ഓപ്ഷൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 cylinders ഓഫ് equal strength with opposite signs. B. Can be used to refine axis. Option C. Refinement of cylinder power. Option D. All of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ്. ഞാനിത് പറഞ്ഞിരുന്നു. PYQ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ജാക്സൺസ് ക്രോസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ആ ഒരു സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമ്മൾ ടൈം കളയുന്നില്ല. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൂടെ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈനൽ അപ്ലനേറ്റിംഗ് ഏരിയ ഫോർ അപ്ലനേഷൻ ടോണോമെട്രി ഈസ്. ഓപ്ഷൻസ് A. 3.00 mm², B. 3.06 mm², C. 3.08 mm², D. 3.2 mm². ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ബി, 3.06 mm² ആണ്. നമ്മൾ അപ്ലനേഷൻ ടോണോമെട്രിനെ പറ്റിയിട്ടും അതിൽ വേരിയസ് ടൈപ്സ് ഉണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, ഫിക്സ് ലോ അതെന്തായിരുന്നു എന്നും, അതുപോലെ അതിൽ വേരിയബിൾ ഏരിയ, ഫിക്സ്ഡ് ഫോഴ്സ്, അതുപോലെ വേരിയബിൾ ഫോഴ്സ്, ഫിക്സ്ഡ് ഏരിയ, അതിന് എക്സാമ്പിൾസ്, അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, ആ ഒരു PYQ സെക്ഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക് പെരിമീറ്റർ. ഓപ്ഷൻസ് A. ലിസ്റ്റർ പെരിമീറ്റർ, B. ക്യാമ്പിമെട്രി, C. ഹംഫ്രി പെരിമീറ്റർ, D. കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. DMEയുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പെരിമീറ്റർ 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റാറ്റിക് പെരിമീറ്റർ ഉണ്ട്, അതുപോലെ കൈനറ്റിക് പെരിമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞതാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ഒന്നും കൂടെ കാണൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാക്കുലർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻസ് A. ഓട്ടോ റിഫ്രാക്ടോമീറ്റർ, B. കെരാറ്റോമീറ്റർ, C. മെഡോക്സ് റോഡ് ടെസ്റ്റ്, D. പ്ലാസിഡോസ് ഡിസ്ക്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മെഡോക്സ് റോഡ് ടെസ്റ്റ് ആണ്. ഈ മെഡോക്സ് റോഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മാക്കുലർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക? It is a high power cylindrical lens used to form a line image perpendicular to the axis of the parallel cylinders from a point source of light. The light source placed between 33 cm to 40 cm in front of each eye to get appropriate objective results. Any breaks or holes, discoloration or distortion in this line indicates a macular lesion. This is a very sensitive test that can be performed in the outpatient clinic without requirement of any specific equipment. അപ്പോൾ നമ്മൾ ഈ മെഡോക്സ് റോഡ് വെച്ചിട്ട് എങ്ങനെയാണ് മാക്കുലർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? ഈസിയാണ്. നമ്മളൊരു ലൈറ്റ് സോഴ്സും അതുപോലെ തന്നെ ഈ ഒരു മെഡോക്സ് റോഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു 33 to 40 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് സോഴ്സ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് പേഷ്യൻ്റെ കണ്ണിന് മുമ്പിൽ ഈ മെഡോക്സ് റോഡ് വെക്കുക. എന്നിട്ട് അതിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം മെഡോക്സ് റോഡിൽ പാരലൽ ആയിട്ടുള്ള പ്ലാനോ കോൺവെക്സ് സിലിണ്ടേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് മെഡോക്സ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ലൈൻ ഫോം ചെയ്യും. റെഡ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റെഡ് ലൈനിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്കോ അതുപോലെ ഹോൾസോ അതുപോലെ ഡിസ്കളറേഷനോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം മാക്കുലാർ ലീഷനോ അങ്ങനെ എന്തെങ്കിലും മാക്കുലേക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒന്ന് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാഡോക്സ് റോഡ് ടെസ്റ്റ് മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഹെട്രോഫോറിയാസ്, സൈക്ലോ ഡീവിയേഷൻസ്, ഡബിൾ മെഡോക്സ് റോഡ് വെച്ചിട്ടാണെങ്കിൽ സൈക്ലോ ഡീവിയേഷൻസ്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ മെഡോക്സ് റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യൂസും കൂടെ മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റിനും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഡോക്സ് റോഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക. അതർ മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റുകൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൽ വരുന്നതാണ് ഫോട്ടോസ്ട്രെസ് ടെസ്റ്റ്. ഫോട്ടോസ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്റ്റിക് നെർവ് അബ്നോർമാലിറ്റീസ് ആണോ അതോ മാക്കുല ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആംസലർ ഗ്രിഡ്, അതുപോലെ ആംസലർ ഗ്രിഡ് ആകുമ്പോൾ 20 ഡിഗ്രി നമ്മൾ സെൻട്രൽ വിഷ്വൽ ഫീൽഡ് ആണ്, അതിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അതിൽ മെയിനായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആംസലർ ഗ്രിഡിൽ മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെയാണ്. അതുപോലെ 2 പോയിന്റ് ഡിസ്ക്രിമിനേഷൻ ടെസ്റ്റ്, മെഡോക്സ് റോഡ് ടെസ്റ്റ്, എൻഡോപിക് ഫിനോമിന, ലേസർ ഇൻ്റർഫെറോമെട്രി, മൈക്രോ പെരിമെട്രി, ഈ പേരുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്താണ്, മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റുകളാണ്. ഇനി മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റ് വിത്ത് ക്ലിയർ മീഡിയയിൽ വരുന്നവയാണ് വിഷ്വൽ അക്യൂട്ടി, കളർ വിഷൻ, ഫോട്ടോ സ്ട്രെസ് ടെസ്റ്റ്, ആംസലർ ഗ്രിഡ്, 2 പോയിന്റ് ഡിസ്ക്രിമിനേഷൻ, മൈക്രോ പെരിമെട്രി, FFA, OCT ഇവയൊക്കെ. ഇനി ക്ലിയർ മീഡിയ അല്ല ഒപ്പാക് മീഡിയ ആണെങ്കിൽ നമുക്ക് മാക്കുല ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ലേസർ ഇൻ്റർഫെറോമെട്രി, പൊട്ടൻഷ്യൽ വിഷ്വൽ അക്യൂട്ടി മീറ്റർ ടെസ്റ്റ്, എൻഡോപിക് ഫിനോമിന, ERG, EOG, VEP ഇവയൊക്കെ. ഈ പേരുകളും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നെക്സ്റ്റ്, ദ ഓപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടസ് ക്യാമറ ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻസ്: A. ഗുൾസ്ട്രാൻസ് ഓഫ്താൽമോസ്കോപ്പ്, B. ഇംബേർട്സ് ഫിക് ലോ, C. സ്നെൽസ് ലോ, D. ഷീനേഴ്സ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഗുൾസ്ട്രാൻസ് ഓഫ്താൽമോസ്കോപ്പ് ആണ്. ഇതിൽ ഇംബേർഡ് ഫിക്സ് ലോ, സ്നെൽസ് ലോ, ഷീനർ പ്രിൻസിപ്പിൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ PYQ സെഷനിൽ പറഞ്ഞിരുന്നു. ഇനി ഈ ഫണ്ടസ് ക്യാമറ എന്ന് പറയുന്നത് ദി മെയിൻ സ്ട്രക്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺ എ ഫണ്ടസ് ഫോട്ടോ ആർ ദി സെൻട്രൽ ആൻഡ് പെരിഫറൽ റെറ്റിന, ഒപ്റ്റിക് ഡിസ്ക് ആൻഡ് മാക്യൂല. ഫണ്ടസ് ഫോട്ടോഗ്രാഫി ക്യാൻ ബി പെർഫോംഡ് വിത്ത് കളേർഡ് ഫിൽറ്റേഴ്സ് ഓർ വിത്ത് സ്പെഷ്യലൈസ്ഡ് ഡൈസ് ഇൻക്ലൂഡിംഗ് ഫ്ലോറസിൻ ആൻഡ് ഇൻഡോസാനിൻ ഗ്രീൻ. ഈ ഒരു പോയിന്റുകളും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ഓഫ്താൽമോളജി ഗിവ്സ് ഓപ്ഷൻസ്. ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ആണ്. ഓപ്ഷൻസ്: A. മിനിഫൈഡ് വിർച്വൽ ഇറക്റ്റ് ഇമാജ്, B. മാഗ്നിഫൈഡ് വിർച്വൽ ഇറക്റ്റ് ഇമാജ്, C. മാഗ്നിഫൈഡ് റിയൽ ഇൻവേർട്ടഡ് ഇമാജ്, D. മാഗ്നിഫൈഡ് വിർച്വൽ ഇൻവേർട്ടഡ് ഇമാജ്. മുമ്പ് പറഞ്ഞിരുന്നു, ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ആവുമ്പോൾ അതിൽ കിട്ടുന്ന ഇമാജ് എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. റിയൽ ആണെങ്കിൽ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് ആൻസർ. നേരെ മറിച്ച് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ആണെങ്കിലോ മാഗ്നിഫൈഡ് ആണ്, പക്ഷേ അതിൽ വിർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമാജ് ആണ് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയിൽ കിട്ടുന്നത്. മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്, എന്നാൽ ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയിൽ അത് 15 ടൈംസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് കൂടെ ഓർത്ത് വെക്കുക. അതായത് മാഗ്നിഫിക്കേഷൻ പവർ ഇൻഡയറക്റ്റിനേക്കാൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഡയറക്റ്റിലാണ്, പക്ഷേ നമ്മൾ കാണുന്ന ഏരിയ കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇൻഡയറക്റ്റിലായിരിക്കും. 5 ടൈംസേ ഉള്ളൂ മാഗ്നിഫിക്കേഷൻ എങ്കിലും നല്ല 3D ആയിട്ട് സ്റ്റീരിയോസ്കോപ്പിക് വ്യൂ ഓഫ് റെറ്റിന കിട്ടും വിത്ത് കൺസിഡറബിൾ ഡെപ്ത് ഓഫ് ഫോക്കസ്. നമ്മൾ കാണുന്ന റെറ്റിനയുടെ ഏരിയ ഡയറക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് വെച്ച് നോക്കുമ്പോൾ 10 ഫോൾഡ് ഇൻക്രീസ് ആണെന്നാണ് പറയുന്നത്. ഈ കാര്യം കൂടെ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലനേഷൻ ടോണോമെട്രി വാല്യൂസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓപ്ഷൻസ്: A. കോർണൽ ഡയാമീറ്റർ, B. ആൻറ്റീരിയർ ചാമ്പർ ഡെപ്ത്, C. ലെൻസ് തിക്നെസ്, D. കോർണൽ തിക്നെസ്. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ അറിയുന്നവർ എന്ത് ചെയ്യൂ, ആൻസർ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് കൈനറ്റിക് പെരിമെട്രി? ഓപ്ഷൻ: ലിസ്റ്റർ പെരിമീറ്റർ, B. ഹംഫ്രി ഫീൽഡ് അനലൈസർ, C. ടാൻജന്റ് സ്ക്രീൻ, D. കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. DMEയിൽ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പെരിമീറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രം 2 ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് പെരിമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ഇപ്പോൾ കൈനറ്റിക് പെരിമെട്രിയും വന്നു. അപ്പോൾ പെരിമെട്രി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസറും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 8 ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ DME എക്സാമിന് ഈ ഓഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തൊന്നും ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ 6 മാർക്കാണ് ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ DMEക്ക് ഇതിൽ നിന്ന് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പെരിമെട്രി പോർഷൻസ് ഒക്കെ ഗ്ലോക്കോമയായിട്ട് കൂടെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്, അതിൻ്റെ ടെസ്റ്റുകളിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടും ആവാം.
ക്വസ്റ്റ്യൻ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജാക്സൺസ് ക്രോസ് സിലിണ്ടർ ദ കോമ്പിനേഷൻ ഈസ് ഓപ്ഷൻസ് എ സ്ഫെറിക്കൽ കമ്പോണന്റ് ഈസ് ഹാഫ് ദ സ്ട്രെങ്ത് ആൻഡ് ഓപ്പോസിറ്റ് പവർ ഓഫ് ദ സിലിണ്ടർ, ബി സിലിണ്ടർ ഈസ് ഹാഫ് ദ സ്ഫെറിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഓപ്പോസിറ്റ് പവർ ഓഫ് ദ സ്ഫിയർ, സി ബോത്ത് ആർ ഈക്വൽ ഇൻ സ്ട്രെങ്ത് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ പവർ, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സ്ഫെറിക്കൽ കമ്പോണന്റ് ഈസ് ഹാഫ് ദ സ്ട്രെങ്ത് ആൻഡ് ഓപ്പോസിറ്റ് പവർ ഓഫ് ദ സിലിണ്ടർ എന്നാണ്. അതായത് നിങ്ങൾ JCCയുടെ സ്ഫീറോ സിലിണ്ടർ ഫോർമുല എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സിലിണ്ടറിൻ്റെ പവറിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ സ്ഫെറിക്കൽ കമ്പോണൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈൻസും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ മാഗ്നിഫിക്കേഷൻ ഈസ് ഇൻ ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി. ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയുടെ ആണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എത്രയായിരുന്നു? ഓപ്ഷൻസ് ഡി ആണ് 15 ടൈംസ്. ഇൻഡയറക്റ്റിൽ 5 ടൈംസും ഡയറക്റ്റിൽ 15 ടൈംസും ആണ് മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഷ് ആൻഡ് ലോം കെരാറ്റോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻസ് എ വേരിയബിൾ ഇമാജ് സൈസ് ആൻഡ് വേരിയബിൾ ഒബ്ജക്റ്റ് സൈസ്, ബി വേരിയബിൾ ഒബ്ജക്റ്റ് സൈസ് ആൻഡ് കോൺസ്റ്റന്റ് ഇമാജ് സൈസ്, സി കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമാജ് സൈസ്, ഡി കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് കോൺസ്റ്റന്റ് ഇമാജ് സൈസ്. മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് കെരാറ്റോമീറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ വരുന്നതാണ് ബോഷ് ആൻഡ് ലോം കെരാറ്റോമീറ്ററും അതുപോലെ തന്നെ ജാവൽ ഷോർട്സ് കെരാറ്റോമീറ്ററും. ജാവൽ ഷോർട്സ് കെരാറ്റോമീറ്റർ. ഇതിൽ ബോഷ് ആൻഡ് ലോം കെരാറ്റോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ആണ് കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമാജ് സൈസ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ജാവൽ ഷോർട്സ് കെരാറ്റോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേരിയബിൾ ഒബ്ജക്റ്റ് സൈസ് ആൻഡ് കോൺസ്റ്റന്റ് ഇമാജ് സൈസ്. ഏതെങ്കിലും ഒന്നിൻ്റെ പഠിക്കുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേതിൻ്റെന്ന് ഓർക്കുക. ആദ്യം നമ്മൾ കെരാറ്റോമെട്രി എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ദ ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ കോർണിയ ആക്ട് ആസ് എ കോൺവെക്സ് മിറർ ആൻഡ് ദ സൈസ് ഓഫ് ദ ഇമാജ് ഫോംഡ് വേരീസ് വിത്ത് ഇറ്റ്സ് കർവേച്ചർ. നമ്മൾ പർക്കിൻജെ ഇമാജസിനെ കുറിച്ചൊക്കെ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് പർക്കിൻജെ ഇമാജിനെ വെച്ചിട്ടുള്ള സ്റ്റഡീസാണ് നമ്മൾ കെരാറ്റോമെട്രിയിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ബോഷ് ആൻഡ് ലോം കെരാറ്റോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമാജ് സൈസ്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ഫൈൻഡിങ്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് പറയാം. നമ്മൾ സാധാരണ സ്ഫെറിക്കൽ കോർണിയ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നോ ഡിഫറൻസ് ഇൻ ദി പവർ ബിറ്റ്വീൻ 2 principal meridians and the Myers seen as perfect sphere. ഇനി 2 പ്രിൻസിപ്പൽ മെറിഡിയൻസിൻ്റെയും ഇടയിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ അസ്റ്റിഗ്മാറ്റിസം ഫോം ചെയ്യുക. അസ്റ്റിഗ്മാറ്റിസം തന്നെ വിത്ത് ദ റൂള്, അതുപോലെ എഗെയിൻസ്റ്റ് ദ റൂള്, ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ഒക്കെ നമുക്ക് ഈ കെരാറ്റോമീറ്റർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണ്? വിത്ത് ദ റൂൾ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ അവിടെ കാണുന്നത് ഹൊറിസോണ്ടൽ ഓവൽ മയേഴ്സ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടലി ആണ് ഓവൽ മയേഴ്സ് എങ്കിൽ വിത്ത് ദ റൂൾ ആണ്, മാറിപ്പോകരുത്. ഇനി വെർട്ടിക്കൽ ഓവൽ മയേഴ്സ് ആണെങ്കിൽ അവിടെ എഗെയിൻസ്റ്റ് ദ റൂൾ അസ്റ്റിഗ്മാറ്റിസം ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, ഓപ്പോസിറ്റ് ആണ് അടുത്തതെന്ന് ആലോചിക്കുക. ഇനി ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ ദ പ്രിൻസിപ്പൽ മെറിഡിയൻസ് ആർ ബിറ്റ്വീൻ 30 to 60 ഓർ 120 to 150 ഇതിൻ്റെ ഇടയിലായിരിക്കും. ഇനി ഇറഗുലർ ആൻറ്റീരിയർ കോർണിയൽ സർഫസ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന മയേഴ്സ് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഇറഗുലർ മയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡബ്ലിംഗ് ഓഫ് മയേഴ്സും കാണാൻ പറ്റും. ഇനി കെരാറ്റോകോണസ് കണ്ടീഷൻസിൽ എങ്ങനെയാണ്? ഇൻക്ലിനേഷൻ ആൻഡ് ജമ്പിംഗ് ഓഫ് മയേഴ്സ് കാണാൻ പറ്റും. പൾസേറ്റിംഗ് മയേഴ്സ് എന്നാ പറയുക ജമ്പ് ചെയ്യുന്നതിന്. അതുപോലെ മിനിഫിക്കേഷൻ ഓഫ് മയേഴ്സ്, കെ വാല്യൂ ഒരു 52 ഡയോപ്റ്ററിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ്ഡ് കേസാണ് കെരാറ്റോകോണസിൻ്റെ. അതിൽ മിനിഫിക്കേഷൻ ഓഫ് മയേഴ്സ് ഒക്കെ കാണാൻ പറ്റും, ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് മയോപ്പിയ കാരണം. അതുപോലെ ഓവൽ മയേഴ്സ് ആർ സീൻ ഡ്യൂ ടു ലാർജ് അസ്റ്റിഗ്മാറ്റിസം. പിന്നെ ഇറഗുലർ, വേവി ആൻഡ് ഡിസ്റ്റോർട്ടഡ് മയേഴ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് അഡ്വാൻസ്ഡ് കെരാറ്റോകോണസ്. ഇതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പവർ ഓഫ് സിലിണ്ടർ ഈസ് ആൻ യൂഷ്വൽ ട്രയൽ സെറ്റ് ഈസ് ഓപ്ഷൻസ് എ 9 ഡയോപ്റ്റർ, ബി 4 ഡയോപ്റ്റർ, സി 5 ഡയോപ്റ്റർ, ഡി 6 ഡയോപ്റ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ട്രയൽ സെറ്റൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് റെറ്റിനോസ്കോപ്പിയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സിലിണ്ടർ പവർ നമുക്ക് യൂഷ്വൽ ട്രയൽ സെറ്റിൽ കാണാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി 6 ഡയോപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീനേഴ്സ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻസ് എ കെരാറ്റോമെട്രി, ബി ഫോറോപ്റ്റർ, സി ഓട്ടോ റിഫ്രാക്ടോമീറ്റർ, ഡി സ്ട്രിക് റെറ്റിനോസ്കോപ്പി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഓട്ടോ റിഫ്രാക്ടോമീറ്റർ ആണ്. ഓട്ടോ റിഫ്രാക്ടോമീറ്ററിൽ നമ്മൾ മെയിനായിട്ട് 2 പ്രിൻസിപ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഷീനർ പ്രിൻസിപ്പിളും ഒന്ന് ഒപ്റ്റോമീറ്റർ പ്രിൻസിപ്പിളും. അതിൽ ഷീനർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് എറർ ഓഫ് ദ ഐ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ഡബിൾ പിൻഹോൾ അപ്പർച്ചേഴ്സ് ബിഫോർ ദ പ്യൂപ്പിൾസ്. ഇനി ഒപ്റ്റോമീറ്റർ പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നത്?
റിഫ്രാക്റ്റോമീറ്റർ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ യൂസസ് എ സിംഗിൾ കൺവേർജിങ് ലെൻസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ നമുക്ക് റിഫ്രാക്റ്റീവ് എറർ കണ്ടെത്താൻ പറ്റുന്നത്. ജസ്റ്റ് ഓട്ടോ റിഫ്രാക്റ്റോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഷീനേഴ്സ് പ്രിൻസിപ്പിളും ഒപ്റ്റോമെട്രി പ്രിൻസിപ്പിളും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ടൈം ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഭാഗമൊക്കെ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോൾസ് അബൌട്ട് ജാക്സൺസ് ക്രോസ് സിലിണ്ടർ. നോക്കുക, DHS 2020 തന്നെ JCC 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഓപ്ഷൻസ്: എ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി അക്യുറസി ഓഫ് ആക്സിസ് ആൻഡ് പവർ ഓഫ് സിലിണ്ടർ. ബി, ദ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ലിക് സിലിണ്ടേഴ്സ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ആക്സിസ്. സി, ദ സിലിണ്ടറിക്കൽ പവർ ഈസ് ഹാഫ് ദ പവർ ഓഫ് ദ സ്ഫിയർ. ഡി, ദ ഹാൻഡിൽ ഈസ് സെറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഫ്രം ദി ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫോൾസ് ആണോ കറക്റ്റ് ആണോ പിക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് നോക്കണം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി അക്യുറസി ഓഫ് ആക്സിസ് ആൻഡ് പവർ ഓഫ് സിലിണ്ടർ. അത് കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് ബി, ദ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ലിക് സിലിണ്ടേഴ്സ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ആക്സിസ്. ഇതും ശരിയാണല്ലോ. ഇതിൽ നമ്മൾ 2 സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നു പറയാം. ക്രോസ് സിലിണ്ടർ ഫോർമുലയിൽ പറയുമ്പോൾ സെയിം പവറുള്ള ഓപ്പോസിറ്റ് സൈൻസ് ഉള്ള 2 സിലിണ്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത് ആക്സിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ സി എന്താണ്, ദ സിലിണ്ടറിക്കൽ പവർ ഈസ് ഹാഫ് ദ പവർ ഓഫ് ദ സ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്ഫെറിക്കൽ കമ്പോണൻ്റ് ആണ് സിലിണ്ടറിക്കൽ പവറിൻ്റെ ഹാഫ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്, ദ ഹാൻഡിൽ ഈസ് സെറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഫ്രം ദി ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിലിണ്ടറിൻ്റെ ആക്സിസിൽ നിന്നും 45 ഡിഗ്രി ആംഗിളിലാണ് ഹാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനാപ്റ്റോഫോർ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ്: എ, മെഷർ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആംഗിൾസ് ഓഫ് സ്ക്വിൻറ്റ്. ബി, അസസ് ഡിഗ്രീസ് ഓഫ് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ. സി, ഓൾ ഓഫ് ദ എബോ. ഡി, നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. സിനാപ്റ്റോഫോറിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുക. ഓൾസോ നോൺ ആസ് മേജർ ആംബ്ലിയോസ്കോപ്പ്. മേജർ ആംബ്ലിയോസ്കോപ്പ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഹാപ്ലോസ്കോപ്പിക് ഡിവൈസ് ബേസ്ഡ് ഓൺ ദി മെക്കാനിക്കൽ ഡിസോസിയേഷൻ ഓഫ് ദ 2 eyes by the means of 2 optical tubes. It measures the angle of deviation. It treats binocular vision anomalies by conventional orthoptic method. It involves the use of after images, automatic flashing and Haidinger brushes. ഇനി ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് യൂസസിൽ എന്തൊക്കെയാണ് വരുന്നത്? മെഷർമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, മെഷർമെൻറ്റ് ഓഫ് സബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, മെഷർമെൻറ്റ് ഓഫ് ഡീവിയേഷൻ കാർഡിനൽ ഡയറക്ഷൻ ഓഫ് ഗെയ്സ്, മെഷർമെൻറ്റ് ഓഫ് IPD to detect the retinal correspondence, estimation of grades of binocular vision, measurement of range of fusion or version, measurement of angle kappa. ഇത്രയും യൂസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂഷ്വൽ സൈസ് ഓഫ് പിൻഹോൾ ഈസ്. ഓപ്ഷൻസ്: എ 1.2 mm, ബി 3 mm, സി 0.5 mm, ഡി 1.5 mm. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 1.2 mm ആണ് പിൻഹോളിൻ്റെ യൂഷ്വൽ സൈസ്. Next question, the instrument used to assess the shape of anterior surface of cornea is. Options: A, retinoscope, B, phoropter, C, placidodisc, D, ophthalmoscope. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പ്ലാസിഡോ ഡിസ്ക് ആണ്. പ്ലാസിഡോ ഡിസ്കിൽ നമ്മൾ ഫസ്റ്റ് പർക്കിൻ്റെ ഇമാജസ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RAF റൂൾ ഈസ് യൂസ്ഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അക്കോമഡേഷൻ ഭാഗത്ത്. ഇത് നമ്മളിവിടെ ഇൻസ്ട്രുമെൻസിൻ്റെ ഭാഗത്ത് വീണ്ടും RAF റൂൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പ്യൂപ്പിൾ സൈസ് ആണ്. നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ, നിയർ പോയിന്റ് ഓഫ് കൺവേർജൻസ്, ഓർത്തോപ്റ്റിക് എക്സസൈസ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? RAF റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഇൻട്രാഓക്കുലർ പ്രഷർ മെഷർമെൻറ്റ് ഈസ്. ഓപ്ഷൻസ്: എ, ഷോർട്ട്സ് ടോണോമീറ്റർ, ബി, ടോണോപ്പൻ, സി, ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ, ഡി, പെർക്കിൻസ് ടോണോമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമീറ്റർ ആണ്. ടോണോമീറ്ററിൻ്റെ ഭാഗത്തുനിന്ന്, അപ്ലനേഷൻ ടോണോമീറ്ററിൻ്റെ ഭാഗത്തുനിന്ന് DHS 2020 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഏരിയയും ചോദിച്ചിരുന്നു, അപ്ലനേറ്റ് ചെയ്യുന്ന ഏരിയ കോർഡിനേറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അപ്ലനേഷൻ ടോണോമെട്രിയുടെ ഭാഗവും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, വായിക്കുക. നമ്മൾ മുമ്പ് അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് പ്രിഫേർഡ് ടെക്നിക് ഓഫ് ഓട്ടോമേറ്റഡ് പെരിമെട്രി ഈസ്. ഓപ്ഷൻസ്: എ, ഗോൾഡ്മാൻ പെരിമെട്രി, ബി, ഒക്ടോപസ് പെരിമെട്രി, സി, ലിസ്റ്റേഴ്സ് പെരിമെട്രി, ഡി, ഹംഫ്രി ഫീൽഡ് അനലൈസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഹംഫ്രി ഫീൽഡ് അനലൈസർ ആണ്.
ഓട്ടോമേറ്റഡ് പെരിമെട്രി ഉണ്ട്, മാനുവൽ പെരിമെട്രി ഉണ്ട്. ഇതിൽ ഹംഫ്രി ഫീൽഡ് അനലൈസർ ആണ് ഓട്ടോമേറ്റഡിൽ വരുന്നത്, ബാക്കിയെല്ലാം മാനുവൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് ആൻറ്റിരിയർ ചാമ്പർ ഈസ് വിഷ്വലൈസ്ഡ് ബൈ ഓപ്ഷൻസ് എ ടോണോമെട്രി, ബി ഗോണിയോസ്കോപ്പി, സി സ്ലിറ്റ് ലാമ്പ് ബയോ മൈക്രോസ്കോപ്പി, ഡി ഓഫ്താൽമോസ്കോപ്പി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗോണിയോസ്കോപ്പി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത 8 ക്വസ്റ്റ്യൻസ് DMEയിൽ ചോദിച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതും DHS 2020 ഓഫ്താൽമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഗ്ലോക്കോമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ ടോണോമെട്രിയുടെ ഭാഗങ്ങളും അതുപോലെ പെരിമെട്രിയുടെ ഭാഗങ്ങളും ഒക്കെ. പക്ഷെ എന്തായാലും 13 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അപ്ലനേഷൻ ടോണോമെട്രി അതുപോലെ പെരിമെട്രി ഒക്കെയാണ് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള ഒരു ഐഡിയകൾ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിപ്പോൾ PYQ എന്നുള്ള സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഈ വരുന്ന ട്യൂസ്ഡേ തന്നെ അടുത്ത ക്ലാസ് ഇടാൻ വേണ്ടി നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. താങ്ക് യു.